നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അടുത്തേ നുണ പറയരുതെന്നാ പറയാം. നുണ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അങ്ങനെ ഒരു കഥയാണ് കേട്ടോ ഇന്ന് പറയുന്നത്. ഇത് വൃന്ദാവനത്തിലെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ചെറിയൊരു ഉണ്ണിയായിരിക്കുന്ന സമയത്ത് നടന്ന സംഭവമാണ്. നമ്മുടെ ഉണ്ണി എന്നത്തെയും പോലെ നേരം വിളിച്ചാകുമ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഓരോരോ കുറുമ്പുകൾ കാണിക്കാനായിട്ടേ. അങ്ങനെ ഇന്നിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ച് നടക്കുന്ന സമയത്താണ് നല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന മണം വരുന്നത്. അപ്പോൾ ഇത് എവിടുന്നാന്ന് ഇങ്ങനെ കുറേ ചുറ്റും നോക്കിയപ്പോൾ ഒരു ഗോപികയുടെ ഗൃഹത്തിൽ നിന്നാന്ന് മനസ്സിലായി. അങ്ങനെ ഉണ്ണി വേഗം അങ്ങോട്ട് കയറി ചെന്നിട്ട് അവിടെ ഗോപിക ഇരിക്കുന്നുണ്ട് കേട്ടോ. ചോദിക്കുകയാണ്, അല്ല ഗോപി, നല്ല ഉണ്ണിയപ്പത്തിൻ്റെ മണം വരുന്നുണ്ടല്ലോ, നീ ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരെണ്ണം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗോപിക പറഞ്ഞു, ഏയ് ഞാൻ ഉണ്ണിയപ്പം ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ, ഒന്നുകൊണ്ട് പറയുക ഗോപിക. അങ്ങനെ ഉണ്ണി ചോദിച്ചു, അല്ല നല്ല നെയ്യിൻ്റെ ഒക്കെ മണം വരുന്നുണ്ട്, അതാ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഗോപിക പറഞ്ഞു, ഞാൻ നെയ്യ് ഒരുക്കി വെച്ചിട്ടുണ്ട്, ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് പോണേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണി പറഞ്ഞു, എന്നാൽ ശരി, നീ വേഗം ഉണ്ണിയപ്പം ഉണ്ടാക്കൂ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഉണ്ണി അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഗോപിക വിചാരിച്ചത് ഉണ്ണി അവിടെ നിന്ന് പോയി എന്നാണ് കേട്ടോ. അപ്പോൾ ഗോപികയുടെ ഗൃഹത്തിൽ ഗോപികയുടെ അച്ഛനുണ്ട്. ഇദ്ദേഹത്തിനാണെങ്കിൽ കണ്ണ് കാണില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് കഴിക്കാനായിട്ട് കുറച്ച് ഉണ്ണിയപ്പം എടുത്ത് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു. ഗോപിക ഒരു ഗ്ലാസ്സിൽ നിറയെ പാലും ചൂടുള്ള പാലും കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു. അങ്ങനെ എന്നിട്ട് ഗോപിക അവിടെ നിന്ന് മാറിയ സമയത്ത് ഇദ്ദേഹം ഇത് കഴിക്കാനായിട്ട് എടുത്ത് കടിച്ച ഉടനെ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഉണ്ണിയപ്പല്ല, ചാണകോരുളയാണ്. പാലെടുത്ത് കുടിച്ചു നോക്കിയപ്പോൾ അത് ഗോമൂത്ര. അപ്പം നമ്മുടെ ഉണ്ണി അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ലേ, ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഉണ്ണിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ആ സമയത്താണ് ഈ പാത്രത്തിൽ ഉണ്ണിയപ്പം കൊണ്ടുവന്ന് വെച്ച് കൊടുക്കണത് കണ്ടത് അച്ഛന്. വേഗം അതെല്ലാം എടുത്ത് കഴിച്ചു, ആ പാലും കുടിച്ചു. എന്നിട്ട് ഉണ്ണിയപ്പത്തിന് പകരം ചാണക ഉരുളകളാക്കിയിട്ട് അവിടെ വെച്ച് കൊടുത്തു. ഗ്ലാസ്സിലെ ആ ഒരു ഗോമൂത്രവും നിറച്ച് വെച്ച് കൊടുത്തു. അപ്പോൾ ഇതങ്ങോട്ട് കുടിച്ചപ്പോൾ അച്ഛൻ്റെ ദേഷ്യം വന്നിട്ട് വേഗം ഗോപികനെ വിളിച്ചു, നല്ല വഴക്കും പറഞ്ഞു, നല്ല തല്ലും കൊടുത്തു. എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നീ കൊണ്ടുവന്ന് വെച്ചതാണോ ഈ ചാണകവും ഗോമൂത്രമൊക്കെ എന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ ഉണ്ണി രംഗപ്രവേശം ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ചോദിച്ചു, ഇപ്പം എന്തായി, നീ എൻ്റെ അടുത്ത് നോണ പറഞ്ഞില്ലേ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടില്ല എന്ന്? ഞാൻ നോണ പറഞ്ഞതും പോരാ, എനിക്ക് ഒരെണ്ണം പോലും തരുകയും ചെയ്തില്ല. ഇപ്പൊ കണ്ടില്ലേ, നിനക്ക് നല്ല വഴക്കും കേട്ടു, നല്ല തല്ലും കിട്ടി. ഇനി മുതലേ എൻ്റെ അടുത്ത് നോണ പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. നിങ്ങൾ എല്ലാവരും കൂടെ എന്തൊക്കെ എൻ്റെ യശോദാമ്മയുടെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഉണ്ണിക്ക് വെണ്ണയും പാലൊക്കെ വേണമെങ്കിൽ ചോദിച്ചുകൂടെ, എത്ര വേണമെങ്കിലും ഞങ്ങൾ കൊടുക്കില്ലേ, മോഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയല്ലേ ചോദിച്ചത്. എന്നിട്ട് ഞാൻ വന്ന് ഒരു ഉണ്ണിയപ്പം നിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ നീ എനിക്ക് തന്നില്ലല്ലോ, അങ്ങനെ തന്നെ വേണം നിനക്ക്. ഇനി മുതലേ നോണ പറയാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഉണ്ണി ഒറ്റ അവിടെ നിന്ന്